നാട്ടിലിറങ്ങുന്ന മുഴുവൻ വന്യജീവികളെയും വെടിവെക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച് കോഴിക്കോട് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത്. തീരുമാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പ് സർക്കാരിലേക്ക് അയക്കും. വനം വകുപ്പിനെതിരെ പ്രതിഷേധം നടത്താനും തീരുമാനമുണ്ട്. കേരളത്തിലെ 941 പഞ്ചായത്തുകൾക്കും 87 മുനിസിപ്പാലിറ്റിക്കും 6 കോർപ്പറേഷനും സംസ്ഥാന സർക്കാർ കൊടുത്ത അധികാരമാണ്. അത് പിൻവലിക്കുന്നതിന് പറയുന്ന കാരണം എന്താണ്? കഴിഞ്ഞ 4-ാം തീയതിത്തെ ഭരണസമിതി യോഗത്തിൽ വന്യജീവികളെ വെടിവെച്ചു കൊല്ലും എന്ന് പഞ്ചായത്ത് തീരുമാനിച്ചെന്നാണ്. പഞ്ചായത്ത് തീരുമാനിക്കാനുണ്ടായ ഒരു അസാധാരണമായ സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്താണെന്ന് ഈ വന്യജീവി മനുഷ്യ സംഘർഷം നടക്കുന്ന കിഴക്കൻ മലയോര മേഖലയിൽ വന്ന് പരിശോധിക്കാതെ ഇത്തരം ധിക്കാരപരവും ധാർഷ്ട്യവുമായെടുക്കുന്ന തീരുമാനത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഗുഡ് ഈവനിങ്. അപ്പോൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ആ ഉത്തരവിനെ തള്ളുന്നു. ഈ പുറത്തിറങ്ങി, അതായത് ജനവാസ മേഖലയിൽ വരുന്ന എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു. ഒരു വിയോജന കുറിപ്പ് അയക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് ഈവനിങ്. നാട്ടിലിറങ്ങുന്ന മുഴുവൻ വന്യജീവികളെയും വെടിവെച്ച് കൊല്ലാനായിരുന്നു ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ തീരുമാനം. ആ തീരുമാനവുമായി നിലവിലുള്ള നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന തീരുമാനമാണെങ്കിലും അതുമായി മുന്നോട്ട് പോകാനാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ നിലവിലെ തീരുമാനം. ഈ തീരുമാനത്തിനെതിരെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറി വിയോജനം രേഖപ്പെടുത്തിയിരുന്നു. എന്താണെങ്കിലും ഇന്ന് ചേർന്ന ഭരണസമിതി യോഗം ആ വിയോജന കുറിപ്പ് സർക്കാരിലേക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിയമത്തെ വെല്ലുവിളിക്കുന്ന തീരുമാനമായതിനാൽ സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനം പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഈ തീരുമാനത്തെ സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ഈ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള കെ സുനിൽ ഇന്ന് അറിയിച്ചിട്ടുള്ളത്. അതേസമയം നിലവിലെ നിയമത്തെ വെല്ലുവിളിച്ചുള്ള തീരുമാനത്തിനെതിരെ ഈ വനം വകുപ്പും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ എല്ലാ പഞ്ചായത്തിനും അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം ചക്കിട്ടപ്പാറ പഞ്ചായത്തിന് നൽകിയ ഈ അനുമതി റദ്ദാക്കണമെന്നാണ് CCF കഴിഞ്ഞ ദിവസം സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിനെതിരെയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഈ മാസം 24-ാം തീയതിയാണ് വനം വകുപ്പിനെതിരെ ഒരു പ്രതിഷേധം പെരുവണ്ണാമൂഴി ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടക്കാൻ പോകുന്നത്. മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് പഞ്ചായത്ത് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.